നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ ബുർജ് ഖലീഫയ്ക്ക് പോവുകയാണ്. അപ്പോൾ ചൂരൽച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ചൂട് കൊണ്ടാണ്. അപ്പോൾ നേരെ മെട്രോ കയറി. മെട്രോയിൽ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഒന്ന് തിരിഞ്ഞ് കളിച്ചുകൊണ്ട് നിന്ന് നേരെ മെട്രോ കയറി. ഇതാണ് എയർപോർട്ട് കേട്ടോ, അടുത്താണ്, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടും കണ്ട് നേരെ പോകുന്നത് ദുബായ് ഫ്രെയിമാണത്. ഇത് ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടതാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകുമ്പോൾ ഒരു രസം കാണുന്ന നല്ലൊരു വൈബാണ്. കാരണം ഈ നേരത്തും അങ്ങനത്തെ ഒരു വൈബ് കിട്ടിയിരുന്നില്ല, ലൈറ്റ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പം സംഭവം അടിപൊളിയാട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്നാണ് കുറേ ആൾക്കാർ റീൽസ് എടുക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും, ഈ ബിൽഡിങ്ങിൻ്റെ പേരൊന്നും നമുക്കറിയില്ല, സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്ക് വലിയ കൊടുത്തില്ല. കാരണം നമ്മൾ ദുബായി വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. അപ്പോൾ ഇതാണ് മുട്ട മ്യൂസിയം. മുട്ട മ്യൂസിയം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കണം, പക്ഷേ അതിൻ്റെ പുറമെല്ലാം പാസ് ഉണ്ട്. അത് കാരണം അപ്പോൾ നേരെ നമ്മൾ ബുർജ് ഖലീഫയിൽ ഞാൻ പോയി ഇറങ്ങി നേരെ അതിൻ്റെ പുറത്തത്തെ ഒരു വ്യൂ ആണത് കാണുന്നത്. പുറത്ത് നേരത്തെ ഒരു 5-5:30 മണിയാകുമ്പോൾ സൺസെറ്റൊക്കെ കിട്ടുന്നിട്ട് പോയതാണ്. പക്ഷേ എന്ത് ചെയ്തു, സൺസെറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ദുബായ് മാളിൻ്റെ ഉള്ളിൽ നമ്മൾ മെട്രോ ഇറങ്ങി നേരെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറി. പുറത്തുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിംഗ് ഇതിവിടെ നിർത്തുകയാണ്, നമ്മൾ പിന്നെ മെട്രോൻ്റെ ഉള്ളിൽ നിർത്താട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ദുബായ് മാളിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. പക്ഷേ സംഭവം അടിപൊളിയാട്ടോ. പക്ഷേ ഈ ഫസ്റ്റൊക്കെ വരുന്ന ആൾക്കാർക്കും ഭയങ്കര അത്ഭുതമായി തോന്നും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ലോകം വേറെയാണ്. അപ്പോൾ നമ്മൾ ദുബായ് മാളിൽ നേരെ പുറത്ത് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ തന്നെയാണ്, പക്ഷെ നടന്നിട്ടില്ല. കാരണം വഴി ഞങ്ങൾ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഇങ്ങോട്ടാക്കി. സംഭവം ഒന്ന് ഉഷാറിരുന്നു. കാരണം അപ്പോൾ ഓരോരുത്തരിങ്ങനെ അങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മൾ മലയാളീസുകളായിട്ടും ഏതായിട്ടും എല്ലാ നാട്ടുകാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ദുബായ് മാളിൻ്റെ ഉള്ളിലെ ചെറിയൊരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാഭാഗമായിട്ടുള്ളൂ. ഇനി ഇതാണ് ഇതിൻ്റെ ലോകം വേറെയാണ്. അപ്പോൾ അതാ ബുർജ് ഖലീഫൻ്റെ അടിയിൽ പോയിട്ട് എമ്മത്ത് നോക്കിയാലും ഫോട്ടോ എടുക്കാനൊന്നും അത്രയും ആൾക്കാർ ഇറങ്ങാറായി. പക്ഷെ എന്താ വെച്ചാൽ മ്യൂസിക് വാട്ടർ ഇല്ല കേട്ടോ, അത് കംപ്ലൈൻ്റ് ആയതെന്നല്ല, ഒരു റിപ്പയറിങ് ആണെന്നാണ് പറഞ്ഞത്, മെയിൻ്റനൻസ് വർക്കാണെന്നാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ചെറിയൊരു സൺസെറ്റൊക്കെ കിട്ടി. നേരെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ബുർജ് ഖലീഫയൊക്കെ കണ്ട് നേരെ പിന്നെയും ദുബായ് മാൾ കയറി കുറച്ച് നേരമൊക്കെ അതിനൊക്കെ ചെറ്റി നിന്ന് പിന്നെ നമ്മളൊരു വാട്ടർ മുകളിൽ നിന്ന് വരുന്നില്ലേ, അതൊക്കെ കാണും. അപ്പോഴാണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു റോക്കറ്റ് പോകും. ആ റോക്കറ്റൊക്കെ കണ്ട് നേരെ ഇങ്ങനെ പോരുക. അപ്പോൾ നേരെ പോകുന്നതുകൊണ്ട് ഈ വാട്ടർ ഫോൾസിൻ്റെ അവിടെ എത്തി എന്ന സംഭവം അടിപൊളി. കാരണം ആൾക്കാർ അവിടുന്ന് വീഡിയോ എടുക്കണം, എല്ലാ സംഭവവും ഫോട്ടോ എടുക്കണം. ഈ വലിയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോഴാണ് ഒരുത്തൻ പള്ളിയും പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് പോരാതെ. അപ്പോൾ നേരെ അടുത്ത് പോയത് ഞങ്ങൾ ഫിഷ് ടാങ്കിൻ്റെ അവിടേക്കാണ്. ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മീനും ഉണ്ട്. സ്രാവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം അടിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കഴിച്ചു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബാക്കി നാളെ